തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 70.91% പോളിംഗ്. 2020 തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ 3% കുറവുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തുവിട്ട അന്തിമ കണക്ക് പ്രകാരം ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 1,32,00,000 വോട്ടർമാരിൽ 70.91% പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.85% പോളിംഗ്. 2025 ഏതാണ്ട് 3% കുറവുണ്ടായിരിക്കുന്നു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്, 74.57%. തിരുവനന്തപുരം 67.47%, കൊല്ലം 70.35%, ആലപ്പുഴ 73.80%, കോട്ടയം 70.86%, ഇടുക്കി 71.78% എന്നിങ്ങനെയാണ് ഇതര ജില്ലകളിലെ പോളിംഗ് നിരക്ക്. പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നെങ്കിലും ഇടത് വലതു മുന്നണികളുടെ ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. പോളിംഗ് ശതമാനം കുറവാണെങ്കിലും എറണാകുളം കോർപ്പറേഷൻ നിലനിർത്തുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. ജില്ലാ പഞ്ചായത്തും ഭൂരിപക്ഷ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ഭരണം പിടിക്കുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും കോട്ടയം ജില്ലയിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും സമാനമായ പ്രതീക്ഷകളാണ് മുന്നണികൾ പങ്കുവെക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം നഗരസഭയിൽ BJPയും LDFും ഒരുപോലെ ഭരണം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഇവിടെ 35 സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.